ഹലോ എവ്രിവൺ, എല്ലാവർക്കും മലയാളം ടാരോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെസിഫിക് ടോപ്പിക്കൊന്നുമില്ല. നമുക്ക് എന്താണോ കാർഡ്സ് സ്പീക്ക് ചെയ്യുന്നത്, അത് എന്തൊരു ലൈഫിൽ ഏതൊരു ഭാഗമായാലും ഏതൊരു സിറ്റുവേഷൻ ആയിക്കഴിഞ്ഞാലും നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ഓർ സൊല്യൂഷൻ. എന്താണ് എങ്ങനെയാണ് റീഡിങ് പോണേ ഒന്നും അറിയില്ല, അതിനനുസരിച്ച് ഞാൻ വിട്ടേക്കാണ്. ആൻഡ് നിങ്ങളുടെ സ്ക്രീനിൽ 2 പൈല് കാണാം. അതിൽ ഏറ്റവും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ളൊരു പൈല് ചൂസ് ചെയ്യുക. ഡീപ് ബ്രെത്ത് എടുക്കുക. മേ ബി നിങ്ങൾക്കുള്ള മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു പൈൽ അട്രാക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ 2 പൈലും കേൾക്കാം. റെസനേറ്റ് ആവുന്ന മെസ്സേജ് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, സോ ടൈംലെസ് മെസ്സേജ് ആയിരിക്കും. നമുക്ക് നിങ്ങളുടെ റീഡിങ് വെച്ചിട്ട് കാണാം. ഓക്കെ, ഹായ് പൈൽ നമ്പർ 1. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ പൈൽ നമ്പർ 1 മെസ്സേജസ് എന്താ? പൈൽ നമ്പർ 1. ഫസ്റ്റ് ഓഫ് ഓൾ പൈൽ നമ്പർ 1, നിങ്ങൾ വളരെയധികം ഒരു ഗിവിങ് പേഴ്സണാലിറ്റി ആയിരിക്കും. ഭയങ്കരധികം ലവിങ്, കെയറിങ്, വളരെയധികം ഒരു മദർലി ഫിഗർ എന്നൊക്കെ പറയില്ലേ, കൊടുക്കുന്ന ഒരു ഭയങ്കര ഒരു ഗിവർ. അതെന്തൊരു രീതിക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര നേർച്ചറിങ് ആയിരിക്കും, ഭയങ്കര കെയറിങ് പേഴ്സണാലിറ്റി ആയിരിക്കും, ഭയങ്കര ഒരു ലവിങ് പേഴ്സണാലിറ്റി ആയിരിക്കും. ആൻഡ് അത് ആൾക്കാർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ആൻഡ് ആ ഒരു പേഴ്സണാലിറ്റി കാരണം തന്നെ നിങ്ങളുടെ ലൈഫിൽ കുറേ ഹേർട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് മൊത്തം കാണാം. അങ്ങനത്തെ ഉള്ള കാര്യം കാരണം നിങ്ങൾക്ക് ഹേർട്ട് ഭയങ്കര അധികം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ആൾക്കാരുകളുടെ ഹ്യൂമൻസ് നിങ്ങൾ കൊടുത്തിരുന്ന ആൾക്കാരുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വിഷമങ്ങളും ഹേർട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരു ബ്രേക്ക് ത്രൂ ഫേസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റിലേറ്റഡ് ടു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ വളരെയധികം കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾക്ക് എവിടേക്കോ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, നിങ്ങൾക്ക് വളരെയധികം അറിവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്കായി പെട്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണം, ബട്ട് സ്റ്റിൽ സ്റ്റക്കായി പെട്ടിരുന്നിട്ട് ഒരു ലൈഫിനെ കാണുന്ന ഒരു പേഴ്സ്പെക്റ്റീവ് മാറ്റണം. ഒരു തിങ്കിങ് സ്റ്റേജിൽ ഇത് ചെയ്യണോ ഇത് വേണ്ടയോ എന്നൊക്കെയുള്ളൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഒരു ഇമോഷണലിയാണ് നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണേ, പക്ഷേ നിങ്ങളവിടെ ലോജിക്കലി തിങ്ക് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി എത്രയൊക്കെ പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളൊരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരായിട്ടാണ് കാണുന്നത്. കുറേ അധികം പെയിൻഫുൾ സിറ്റുവേഷൻസ് ഇപ്പോൾ ഒരു സെറ്റിലിംഗ് കാമിങ് ആയിട്ട് ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കുക. ലൈക്ക് ദർ ഇസ് ലൈഫ് അഹെഡ് ഓഫ് യു ആൻഡ് നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുകളാണ്. ആൻഡ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവുന്നത് ചില കാര്യങ്ങൾ ബിഗിനിങ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി അതൊരു എൻഡിങ് അല്ല, ഒരു സംഭവം കഴിഞ്ഞാലേ വേറൊരു സംഭവം തുടങ്ങുള്ളൂ. സോ അതിൽ ചിലത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കണേ. പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1. ഇത് നോക്കൂ, എന്താ ഞാൻ പറഞ്ഞത്? നിങ്ങൾ മൈൻഡ്ഫുൾ ആയിരിക്കണം, നിങ്ങൾ എടുക്കണ പെർസെപ്ഷൻ മാറ്റണം. ഞാൻ പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് അതിൽ നിന്ന് മൂവ് ചെയ്യുക, അതിൽ നിന്ന് എന്തെടുക്കണം എന്നുള്ളത് മൈൻഡ്ഫുൾ ആയിരിക്കുക. ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഒരു ജേണി, ഒരു മാറ്റം.
അതിൽ നിന്ന് നെഗറ്റീവായിട്ട് ആലോചിച്ചാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചില കാര്യങ്ങൾ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ചെയ്യണം. ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കാണ്ട് മൈൻഡ്ഫുള്ളി നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ചില സമയം നിങ്ങൾ തല്ലൂടി നിൽക്കുന്നുണ്ടായിരിക്കും. അതെന്തൊരു കാര്യത്തിലായാലും നിങ്ങൾ തല്ലൂടി നിന്നിട്ട് ഞാനിതിൽ ജയിച്ചു അതിലൊരു ചില സമയത്ത് ആ ഒരു വിക്ടറി, നിങ്ങൾ ഇപ്പോൾ 2 പേര് തല്ലൂടി, അതിൽ ഞാനാണോ ജയിക്കുക നീയാണോ ജയിക്കുക, അവിടുത്തെ ഒരു വിക്ടറി മാറ്റർ ചെയ്യുന്നില്ല. ഒരിക്കലും അവിടുത്തെ 2 പേര് തല്ലൂടി കഴിഞ്ഞിട്ട് ഞാനാണോ, അതൊരു വാർ മാത്രമാണ്. ചില സമയത്ത് എന്താ പറയുക, വിക്ടറി ഈസ് നോട്ട് വർത്ത് ദ പ്രൈസ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് തല്ലൂടുക എന്ന് വിചാരിക്കുക. പക്ഷെ ആ തല്ലൂടണയിൽ നിങ്ങൾ ജയിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ നിങ്ങളുടെ പീസ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഒരു വാല്യൂ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്താ പറയുക, മനസ്സിലാവുന്നുണ്ടോ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഇപ്പം നിങ്ങൾ കുറേ അധികം കഷ്ടപ്പെട്ട് ജയിച്ചിട്ടും ആ പ്രൈസിനനുസരിച്ചുള്ള പ്രൈസ് അവിടെ കുറവായിരിക്കുന്നു. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു 200 കിലോമീറ്റർ ഓടി നിങ്ങൾ ജയിച്ചു. നിങ്ങൾ ജയിച്ചു, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 10 രൂപയുടെ ജ്യൂസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുക? നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തിനാ ഇത്ര ഓടിയിട്ട് ഈ ഒരു ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഹെൽത്തൊക്കെ കളഞ്ഞ് ഇത്ര ഓടിയത് ഞാൻ എന്തിനായിരുന്നു, ഈ ഒരു ജ്യൂസിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അപ്പോൾ സംടൈംസ് അത് നിങ്ങളുടെ ലൈഫായിട്ട് താരതമ്യം ചെയ്ത് നോക്കുക, എന്തായിരിക്കും അതിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് നെഗറ്റീവായിട്ട് ടൈ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റും, നിങ്ങൾക്ക് അതിൽ നിന്ന് മൈൻഡ്ഫുൾ ആവാൻ പറ്റും. നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റീസിന് മൈൻഡ്ഫുള്ളി നിങ്ങൾക്ക് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ പറ്റും അതിൽ നിന്ന്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ട്രൂത്ത്ഫുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. ആൻഡ് എന്താണോ, ചില കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, എന്താ കാണുന്നതെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കില്ല. ആൻഡ് ബി കെയർഫുൾ ഓഫ് ദാറ്റ്, ബിക്കോസ് ചില ഇല്യൂഷൻസ്, ഫിയർ, അങ്ങനെയൊക്കെ കുറേ നിങ്ങളെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ കേൾക്കുക. ചില പേടികൾ, ഇല്യൂഷൻസ് ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ അതാവില്ല സത്യം, നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കില്ല സത്യം, അതിന് പിന്നിൽ വേറെ ഹിഡൻ ട്രൂത്ത്സ് ഉണ്ടായിരിക്കും. സോ പെട്ടെന്നൊരു സംഭവം കണ്ടു എന്ന് വെച്ചിട്ട് അതന്നെയാണ് എന്ന് വെച്ചിട്ട് എടുക്കാണ്ടിരിക്കുക. ആൻഡ് നിങ്ങളുടെ സ്ട്രെങ്ത്താണ് ഇതിൽ ബിൽഡപ്പ് ചെയ്യേണ്ടത്. എന്തൊരു സിറ്റുവേഷൻസ് ആയിക്കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു മെൻറ്റൽ സ്ട്രെങ്ത്, നിങ്ങളുടെ ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത്. ആൻഡ് അത് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് എന്തായിരിക്കും പൈൽ നമ്പർ 1 ഇതിനുള്ള മൂന്നോളജി മെസ്സേജസ്? കൊടുക്കുന്നത് നല്ലതാണ്, ഒരു ലവിങ് ആൻഡ് ഗിവിങ് നേച്ചറൊക്കെ നല്ലതാണ്. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ കൊടുക്കാണ്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്പോർട്ട് യുവർ സെൽഫ്. ആദ്യം നിങ്ങൾ സ്വയം സഹായിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നോക്കുക എന്ന് പറയില്ലേ. പൈൽ നമ്പർ 1 ന്യൂമറോളജി കാർഡ്സ്. പൈൽ നമ്പർ 1, നിങ്ങൾക്ക് പേഴ്സണൽ സെഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. റൊമാൻറ്റിക് സൈക്കിളാണ് നിങ്ങൾ ആഗ്രഹിച്ച റൊമാൻറ്റിക് സൈക്കിൾ ബിഗിനിങ്. ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. എന്തൊരു കാര്യം നിങ്ങൾ ലിമിറ്റഡ് ആയിട്ടാണ് അതിൻ്റെ സൊല്യൂഷൻ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, അല്ല. പല രീതിക്കും ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ. നിങ്ങളുടെ ഒരു ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ഒരു ബിഗിൻ ആവുന്നുണ്ട്. ആൻഡ് ഓൾവേസ് കംപ്ലീറ്റ്ലി സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രാക്ടിക്കലി ആവാണ്ട് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. ഇമ്പോസിബിളായിട്ട് ബിലീവ് ചെയ്യുക. കുറേ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാണ്ട് നടന്നു എന്ന് വരും, അല്ലാണ്ട് ഇത് ഇങ്ങനെ ആയാലും ഇങ്ങനെ നടക്കും അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കാത്ത പല വഴിക്കൂടെ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഓരോ ഔട്ട്കംസ് വരും. സോ ട്രസ്റ്റ് ദാറ്റ്, ബിലീവ് ഇൻ ദ ഇമ്പോസിബിൾ, ബിലീവ് ഇൻ മിറക്കിൾസ്, ബിലീവ് ഇൻ മാജിക്. ആൻഡ് ബിക്കോസ് അതൊക്കെ റിയലാണ്. നമ്മൾ വിശ്വസിക്കാണ്ട് നമ്മളിങ്ങനെ ടൈ ചെയ്തിരിക്കുകയാണ്, അതാണ് പ്രശ്നം. സോ മൈൻഡ്ഫുൾ ആയിരിക്കുക. ഞാനിന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബി മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞിട്ട്, അത് പോയി കാണുക. ആൻഡ് ഡെഫിനറ്റ്ലി അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇത് കാണുന്നവർക്ക് ആ വീഡിയോ ഡെഫിനറ്റ്ലി കാണുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നിട്ടൊരു വീഡിയോ ആണ്, ലൈക്ക് ചൂസ് വൈസ്ലി എന്ന് പറഞ്ഞിട്ട്, യു ക്യാൻ ഓൾവേസ് സെർച്ച് ദാറ്റ്. ആൻഡ് അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. റെസനേറ്റ് ആവുകയാണെങ്കിൽ എന്തായാലും പറയുക. പേഴ്സണൽ സെഷൻസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് ഹോപ്പുനോ ബുക്ക് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. വൺസ് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അറിയിക്കുക. ഓക്കെ, സ്റ്റേ ബ്ലെസ്ഡ്. ഹായ്, പൈൽ നമ്പർ 2. നിങ്ങൾ ഈ പൈലാണ് ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2, മെസ്സേജസ് ഫോർ പൈൽ നമ്പർ 2. എന്താണ് ഒരു ലൈഫിൽ നടക്കുന്നത്? പൈൽ നമ്പർ 2. പൈൽ നമ്പർ 2, ഓൾസോ ചൂസ് പൈൽ നമ്പർ 2.
പൈൽ നമ്പർ 2 ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. വർക്ക് ഓൺ യുവർ ഫെയ്ത്ത്. സ്റ്റാർട്ട് ടു ട്രസ്റ്റ് യൂണിവേഴ്സ്. സ്റ്റാർട്ട് ടു ട്രസ്റ്റ് ഇൻ ദ ഇമ്പോസിബിൾ ഔട്ട്കംസ്. നിങ്ങൾ ഞാൻ ഏകദേശം 2 പൈൽ സിമിലർ തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ചാലഞ്ചസ് വരുമ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ നെഗറ്റീവ് ആവും. പക്ഷേ ഇതർ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇന്നത്തെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കാണാം, ചൂസ് വൈസ്ലി. ഇത് എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ചൂസ് വൈസ്ലി എന്നാണ് ആ വീഡിയോൻ്റെ പേര്. അത് നോക്കുക, കാണുക. ആൻഡ് ഇറ്റ്സ് അബൌട്ട് നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ, ശരിയാണ് നമ്മൾ നെഗറ്റിവിറ്റിയിൽ അകപ്പെട്ടിരിക്കും, ശരിയല്ലേ? പക്ഷേ നിങ്ങളായിട്ട് തന്നെ ടൈ ചെയ്തിരിക്കുന്നത്, നമ്മുടെ തന്നെയാണ് ചോയ്സ്. എന്ത് അവിടെ അകപ്പെട്ടിരിക്കണോ, ഞാൻ അവിടെ നിന്നിട്ട് പോകണോ, ഇമോഷണലാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എപ്പോഴും നമുക്ക് അവിടെ ഒരു ചോയ്സ് ഉണ്ട്, ഇത് ചെയ്യണോ ഓർ ഇങ്ങനെ ചെയ്യണോ. നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട്, ടേക്ക് റെസ്റ്റ്, ടേക്ക് ഹീലിംഗ്. നമുക്ക് വിചാരിക്കാത്തൊരു ഔട്ട്കംസിലേക്ക് നമ്മൾ ഓപ്പൺ ആയിരിക്കുക. യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത്, യൂണിവേഴ്സ് ഞാൻ നിങ്ങളിലേക്ക് വിട്ടിരിക്കുന്നു, എനിക്കറിയില്ല. ആൻഡ് നിങ്ങൾക്ക് പറ്റുന്ന ആക്ഷൻസ്, കാൽക്കുലേറ്റഡ് ആക്ഷൻസ് എടുക്കുക. എന്താണ് പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കൊക്കയിലേക്ക് വീഴും. അപ്പോൾ കാൽക്കുലേറ്റഡ് ആക്ഷൻസ് എടുക്കുക. യൂണിവേഴ്സ് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്, ഇതേ ഇട്ടേക്കണു. നിങ്ങൾ ആ ഒരു ഫെയ്ത്തിലേക്ക് വരിക. എന്താണെങ്കിലും അത് മാറുക തന്നെ ചെയ്യും. എന്തൊരു സിറ്റുവേഷനും അത് പൊട്ട സിറ്റുവേഷൻ ആണെങ്കിൽ എപ്പോഴും പൊട്ടയായിരിക്കില്ല. ബിലീവ്, ട്രസ്റ്റ്. നിങ്ങൾക്ക് പുതിയ ബിഗിനിങ്സ് ഉണ്ട് അവിടെ. ഇപ്പോൾ ലവ് ലൈഫാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഇമ്മിച്യൂരിറ്റിയുടെ ഒരു കുറവാണ്. നിങ്ങളിൽ നിന്നല്ല, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. മേ ബി ഇപ്പോൾ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. പക്ഷേ കരിയറിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു സക്സസ് വരുന്നുണ്ട്. കരിയറിൽ നല്ലൊരു ന്യൂ ബിഗിനിങ്സ് വരുന്നുണ്ട്. കൂടുതലും കരിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. ഒരു ഡിസിഷൻ എടുക്കുക, ഫാസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ഫെയ്ത്തിലേക്ക് കൊണ്ടുവന്ന് ഫാസ്റ്റായിട്ട് എന്തൊക്കെ നെഗറ്റീവ് ബിലീഫ്സ് ആണോ അതൊക്കെ മാറ്റുക. അവിടെ ഫാസ്റ്റ് ആക്ഷൻ എടുക്കുക. ഫാസ്റ്റ് ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നടക്കും. ഒരു പോസിറ്റീവ് മാനിഫെസ്റ്റേഷനാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്താൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് നടക്കുക ചെയ്യും. ഡെഫിനറ്റ്ലി നിങ്ങളത് എത്രത്തോളം അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ടൈമല്ല, എക്സ്പാൻഡ് ചെയ്യാനുള്ള ടൈം. ആൻഡ് ഡെഫിനറ്റ്ലി അതിൽ നിങ്ങൾക്ക് സക്സസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി. പിന്നെ എന്തിന് എത്ര നാളിങ്ങനെ നിൽക്കും? അതോ ഇതാണ് വേണ്ടത്? ചൂസ് ചെയ്തോളൂ. പൈൽ നമ്പർ 2. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി നിൽക്കണ്ടെന്ന് തിരിഞ്ഞു നോക്കിയറിയാം നമ്മുടെ ലൈഫിൽ അധികം ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവിടെ എപ്പോഴും ബാക്കിയുണ്ട്. കുറച്ചൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നഷ്ടപ്പെട്ടതിലേക്കും പോയതിലും മാത്രമാണ്. എന്താ ചെയ്യുക? മാറ്റി ചിന്തിക്കൂ, ഷിഫ്റ്റ് ചെയ്ത് നോക്കൂ. അപ്പോൾ കാണാം, എൻ്റെ ലൈഫിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ കുറച്ച് പോയാൽ നിങ്ങൾക്കുള്ള സൊല്യൂഷൻ, നിങ്ങൾക്കുള്ള ബിഗിനിങ്സും, നിങ്ങൾ തേടുന്ന കുറേ ആൻസേഴ്സ് അവിടെ അപ്പുറത്തുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ തേടുന്ന ഒരു ലൈഫ് അപ്പുറത്തുണ്ടാവും. പക്ഷേ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിന്നിട്ട് എന്താ കാര്യം? നെഗറ്റീവ് ആലോചിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ട്രൈ ടു ഹെൽപ്പ് യുവർ സെൽഫ്. നിങ്ങളെപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നോ ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആഗ്രഹിച്ച് നിങ്ങളുടെ ഹാർട്ട് ഫുൾഫില്ലാവും. അത് ഡെഫിനറ്റ്ലി ഫുൾഫില്ലായിരിക്കും. ഒരു ന്യൂ ബിഗിനിങ്സ് ആയാലും ന്യൂ ലവ് ആണെങ്കിലും എന്തൊരു കാര്യത്തിലായാലും ആദ്യം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം ഫ്ലോ ചെയ്യുക, ആ ഒരു സെൽഫ് ലവ് എന്നൊരു ഫ്ലോ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ വരും. പാർട്ട്ണർ ആയാലും മെച്യൂറായിട്ട് വരും, അല്ലെങ്കിൽ മെച്യൂർ പാർട്ട്ണർ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യും. ബട്ട് ദാറ്റ് ലവ് ഫസ്റ്റ് ഷുഡ് കം ഫ്രം യുവർ സെൽഫ്. നിങ്ങളിൽ നിന്ന് ആ ഒരു കപ്പ് ഒഴുകണം എന്ന് പറയില്ലേ, നിങ്ങളിൽ നിന്ന് അത് ഡിവൈനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ബി ദാറ്റ് വേർഷൻ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ബിഗിനിങ്സ്, നല്ല ഒരു ഫുൾഫില്ലിങ് ലൈഫ് ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടന്നാൽ മാത്രം മതി. ഒന്ന് നോക്കിയാൽ മതി, കണ്ണ് തുറന്ന് നോക്കുക എന്ന് പറയില്ലേ. പൈൽ നമ്പർ 2. ഞാൻ എന്താ പറഞ്ഞത്? വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? അത് നിങ്ങൾ ചെയ്യുക. എനിക്ക് വണ്ടി ഓടിക്കാൻ പേടിയാണ്. അത് പേടിയാന്ന് പറഞ്ഞ് വണ്ടി ഓടിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഒരു വട്ടം ഓടിച്ചു നോക്കിയാൽ അറിയാം. അതുപോലെ നിങ്ങൾക്ക് എന്താണോ പേടി അത് ഫേസ് ചെയ്യുക. ഇറ്റ്സ് എ ടൈം ഫോർ ഹീലിംഗ്. അത്രേ ഉള്ളൂ. നിങ്ങൾ ഹീൽ ചെയ്യേണ്ട ടൈമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹീൽ ചെയ്യണം. ഇറ്റ്സ് എ ടൈം ഫോർ ഹീലിംഗ്. നിങ്ങൾ എന്താണോ പേടിക്കുന്നത് ആ ഒരു ടൈമിൽ ഫേസ് ചെയ്യുക.
നിങ്ങൾ പണ്ട് ഭയങ്കര അധികം റിയാക്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇനി മാറ്റി ചിന്തിക്കുക. എന്തുകൊണ്ടായിരിക്കും? എൻ്റെ ഇതിലുള്ള എവിടെ ഇമോഷൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. അതൊക്കെ മാറ്റുക. എൻ്റെ ലൈഫിൽ ഇനിയും നല്ല കാര്യങ്ങൾ വരാണ്ട് എനിക്ക് ഇതിന്നൊക്കെ മാറാൻ പറ്റും. ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഹീൽ ചെയ്യാണ്. ഹോപ്പോണോപ്പോണോ ചെയ്യാം, മെഡിറ്റേഷൻസ് ചെയ്യാം, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെ തന്നെ കുറേ ഇഷ്ടപ്പെടാം, നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുക, നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഡെഫിനറ്റ്ലി നമ്മുടെ റൂം വൃത്തിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ. സോ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ്. ടൈം ഫോർ ഹീലിംഗ്. യുവർ കമ്മിറ്റ്മെൻറ്റ് ഇസ് ബീങ് ടെസ്റ്റഡ്. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. പേഴ്സണൽ സെഷൻ, പേഴ്സണൽ ഹീലിങ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയുക, കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയിക്കുക. പോസിറ്റീവ് എനർജീസ് ക്ലെയിം ചെയ്യുക. ആൻഡ് ഇതിൽ നിന്നുള്ള ഗൈഡൻസ് മനസ്സിലാക്കി അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കാൻ നോക്കുക. ഓക്കെ, സോ സ്റ്റേ ബ്ലെസ്ഡ്.